അപ്പോൾ ഷിയാസായിട്ട് ഭയങ്കര ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണോ? ആ കൂട്ടാണ്, ആളറിയാം. ഈ ഗാനൊക്കെ പോയായിരുന്നു. നല്ലൊരു വ്യക്തിയാണ്, നല്ല കമ്പനിയാണ്. അതാണ് നമ്മളിപ്പോൾ പറയുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം അതൊന്നും നമ്മൾ നോക്കണ്ട. പക്ഷെ ആളടിപൊളി, നമ്മളുടെ നല്ല കമ്പനി, നല്ല ഒരു സ്നേഹമാണ്. ഈ കാണുന്ന പോലെ ജിമ്മുകളിലെങ്കിലും ലോല മനുഷ്യനും ലോല മനസ്സാണ്. ചേട്ടനും അങ്ങനെ ഭയങ്കര കളിപ്പലുക്കാണെങ്കിലും അല്ല, അതാ അങ്ങനെയല്ലേ, ഓരോരുത്തരുടെ ലുക്കിലല്ലല്ലോ. നമ്മൾ ഓരോ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ഒരു ഭയങ്കര ക്രൗഡാണ്, പ്രശ്നമാണ്, അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തർ ജീവിക്കാനായിട്ടുള്ളത് പാടുള്ളൂ. ഇപ്പം എനിക്ക് വീട്ടിലുള്ളത് അമ്മമ്മ, മോൻ. അപ്പോൾ ഇവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കി സെറ്റ് ചെയ്തൊക്കെ പോകും. ജോലി കാര്യങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കും. ഈ അച്ഛൻ കവയെ അങ്ങോട്ട് ആയതുകൊണ്ടാണ് കലയോട് ഇത്രയും ഇഷ്ടം വന്നു തുടങ്ങിയത്. എനിക്ക് അതിനോട് ഒരു താല്പര്യം ഉണ്ടായി നേരത്തെ ഭാഗത്ത്, കലയോടും. പിന്നെ ഇങ്ങനെയുള്ള സ്റ്റേജ് പ്രോഗ്രാം, പിന്നെ അങ്ങനെ ചെറിയ ചെറിയ പ്രോഗ്രാമിനൊക്കെ പാടാനും ഒക്കെ ഇത് പോയി അതിന് ചെയ്യാം. പോവാറൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ പ്രോഗ്രാമുകൾക്കൊക്കെ പോകാനുണ്ട്. കല്യാണ വീട്ടിലെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ പോകും. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു അമ്പല പരിപാടി ഉണ്ടെങ്കിൽ നമ്മളെ സ്റ്റേജിലുണ്ടാവും. മേക്ക് വിട്ടു കൊടുക്കൂല. എപ്പോഴും പിടിച്ചിരുന്നിട്ട് ഇങ്ങനെ ഓരോ എന്റർടൈൻമെന്റ് അങ്ങനെയാണ്. കാരണം നമ്മളെ ഒരു താല്പര്യമാണല്ലോ, നമ്മുടെ ഒരു താല്പര്യം നമ്മൾ തീർക്കുന്നത് അങ്ങനെയാണല്ലോ. നമ്മുടെ ആഗ്രഹങ്ങൾ വേറെ എന്ത് കാണിക്കാൻ, ഇത് വേറെ ഒന്നും നോക്കി ചെയ്യാൻ പറ്റില്ല. അഭിനയത്തോടുള്ളൊരു കാര്യം അഭിനയിച്ച് തന്നെ തീർക്കാൻ പറ്റുമോ? റിയാലിറ്റിയിലേക്ക് വരുന്ന കാര്യം അങ്ങനെ തീർക്കാൻ പറ്റുമോ? അപ്പോൾ വർക്ക് ഇവിടെ ടൗണിൽ കിടക്ക് പെയിൻറ്റിങ്ങിൻ്റെ പണി ഉണ്ടാവും, അതിന് പോവും. പിന്നെ ഡ്രൈവിങ് അറിയാം, അതിന് പോവും. കിട്ടുന്ന എന്ത് വർക്കാണോ അതുപോലെ ചെയ്യും, അങ്ങനെ പോവും.